ശ്രീ അംശു, അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനായത് ഈ അനിലുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും പാർട്ടി നേതൃത്വം എന്ന നിലയിൽ. അതേ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ അദ്ദേഹം കൈരളിയോട് തട്ടിക്കയറുന്നത്. അദ്ദേഹം അത്തരത്തിലൊരു ആജ്ഞാപനമൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിലോ അല്ലെങ്കിൽ മാരാർജി ഭവനിലോ നടത്തിയാൽ മതി, കൈരളി പ്രവർത്തകരോട് വേണ്ട, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ അനിലുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് BJP പ്രതിക്കൂട്ടിലാകുന്നത്? ജിംഷാദെ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സാധാരണ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത കത്തി എരിയുന്ന ഈ സമയത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഇപ്പോൾ ഈ കൈരളിയിലെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഇതേ ഫ്ലോറിൽ എത്രയോ തവണ ഞാൻ CPM പ്രതിനിധിയായും തിരുമല അനിൽ BJPയുടെ പ്രതിനിധിയായും നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളിലും തർക്കിച്ചിട്ടും സംവദിച്ചിട്ടുമൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓർമ്മകളായി ഇരച്ചെത്തുകയാണ്. നമ്മുടെ തിരുവനന്തപുരം കൗൺസിലിലെ യോഗങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോഴും ഞങ്ങളോടെല്ലാം വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന, താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും സത്യസന്ധമായ കൂറും ആത്മാർത്ഥതയും പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും. അതാണ് ഞാൻ ആഗമമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വേദന ഞങ്ങളുടെ എല്ലാ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലും ഞങ്ങളുടെ സഹ കൗൺസിലർമാരെന്നുള്ള നിലയിലും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. 2 ദിവസമായി മേയറും ഡെപ്യൂട്ടി മേയറും ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരത്തോടൊപ്പം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം BJPയെ സംബന്ധിച്ച് എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വലിയൊരു വെപ്രാളമാണ് ഇവർ കാണിക്കുന്നത്. തങ്ങളുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടു പോകുമ്പോൾ അത് ആകസ്മികമായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ച് നിർത്തി അദ്ദേഹത്തിനോട് ഉള്ള അദ്ദേഹം ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തോട് കാണിച്ച കൂറ് അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ പെരുമാറുന്നതിന് പകരം തുടക്കം മുതൽ അതിനെ എന്തോ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു വെപ്രാളം BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണം നമ്മൾ ഇതിൻ്റെ കൂടെ ഒപ്പം കൂട്ടി വായിക്കണം. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രകോപനം സൃഷ്ടിക്കലാണ്. യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറിപ്പോവാനും ചർച്ച വഴിതിരിച്ചു വിടാനുമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നലെ SK ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയതിന് ശേഷം ജില്ലാ അധ്യക്ഷൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിലല്ല, നേരെ വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ആ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് CPMൻ്റെയും പോലീസിൻ്റെയും ഗൂഢാലോചനയെ സംബന്ധിച്ചൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പോയെന്നുള്ളത് അപഹാസ്യകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ വാർത്താ സമ്മേളനം കണ്ടാൽ ഒരു ആത്മാർത്ഥമായി BJPയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകന് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ ജില്ലാ അധ്യക്ഷൻ നടത്തിയത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. യഥാർത്ഥത്തിൽ ഈ CPMനെ കുറിച്ചോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഗൂഢാലോചനയെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി പ്രിയപ്പെട്ട അനിലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അനിലേട്ടൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ആ ആത്മഹത്യാക്കുറിപ്പിലുള്ള പരാമർശം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചേ ഉള്ളൂ. അദ്ദേഹം നെഞ്ചിനകത്ത് സൂക്ഷിച്ച തൻ്റെ കുടുംബത്തെക്കാൾ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ഒരു പ്രസ്ഥാനം, അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കേണ്ടി വന്നു അനിലേട്ടന്. അതിന് BJPയുടെ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന് എന്നെ ഒറ്റപ്പെടുത്തി, ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം എന്നോടൊപ്പം നിന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെവിടെയാണ് CPMൻ്റെ ഗൂഢാലോചന? എവിടെയാണ് പോലീസിൻ്റെ ഗൂഢാലോചന? അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൈരളി നമുക്കറിയാലോ, കൈരളി എപ്പോഴും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് ചോദിക്കും. അതിന് കൈരളിക്ക് അത് ഗവർണറാണെന്നോ അമിത്ഷാ ആണെന്നോ രാജീവ് ചന്ദ്രശേഖരനാണെന്നോ ഒരു വ്യത്യാസവും ഇല്ല, VD സതീശനാണെന്നോ വ്യത്യാസമില്ല. എല്ലാവരോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചങ്കുറപ്പോടെ ചോദിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് കൈരളി. ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചോദ്യത്തെ മറികടക്കാൻ ഒരു ഉപായം എന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് കാണിച്ച ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിലാണ്
അത്തരം ഒരു അസഭ്യം നിറഞ്ഞ ആ ഒരു ബോഡി ലാംഗ്വേജിലും വാചകത്തിൽ അസഭ്യം നിറഞ്ഞ നിലയിൽ ആ പെരുമാറ്റം നടത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇത് ഇവിടുത്തെ BJPയുടെ സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ അനിലേട്ടൻ എഴുതി വെച്ച ആരാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയത്, ആരാണ് അദ്ദേഹത്തെ ഇതിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് അറിയേണ്ട ഉത്തരവാദിത്തം ഓരോ BJPയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തേക്കാൾ കൂടുതൽ സമയം പൊതുപ്രവർത്തനത്തിനും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് ഉണ്ടാകണം. ഒരു കാര്യം കൂടി, ഇത് അദ്ദേഹത്തിനെ പോലെ അത്രയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആയിട്ടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. ഞങ്ങളുണ്ട്. അവിടെ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരുമുണ്ട്. ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം നമ്മുടെ ഭരണസമിതി അംഗങ്ങളും മുഴുവൻ കൗൺസിലർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും സത്യസന്ധമായി അദ്ദേഹത്തോടും കുടുംബത്തോടൊപ്പം ഉണ്ട്. പക്ഷേ ഒരു കാര്യം സുവ്യക്തമായി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വിശ്വസിച്ച് പ്രവർത്തിച്ച 10-40 കൊല്ലത്തിലധികം അദ്ദേഹം കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒറ്റപ്പെടുത്തിയവരെ പുള്ളി തൊട്ട് മാറ്റി നിർത്താൻ BJPയുടെ നേതൃത്വം തയ്യാറാകണം. 2 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ വ്യക്തമാക്കുകയാണ്. ആ സമയത്ത് പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങ് കൊടുക്കാനോ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാനോ കഴിയാത്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇതിൽ നിന്ന് ഒളിച്ചോടാനാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഈ കാണിച്ച ഈ പൊറോട്ട നാടകം. ഇവിടെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ശമ്പളം കൊടുക്കുന്ന മാധ്യമ സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഒരുപക്ഷെ അദ്ദേഹം മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞാൽ അവർ മുട്ടിലിഴയുന്ന സമീപനം സ്വീകരിക്കും. പക്ഷേ നട്ടലുള്ള അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകർ അതിന് തയ്യാറാകില്ല, പ്രത്യേകിച്ച് കൈരളി തയ്യാറാകില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും.